പയ്യാവൂർ പടിയൂർ പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്ന കണ്ടകശ്ശേരി പാലത്തിന്റെ തൂണ് തകർന്ന അപകടാവസ്ഥയിലായിട്ട് 20 വർഷമായിട്ടും പുതുക്കി പണിതിട്ടില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് പുതിയ പാലത്തിന്റെ പ്രഖ്യാപനം നടത്തിയെങ്കിലും നടപടികളൊന്നും ആയിട്ടില്ല. മഴക്കാലം എത്തിയതോടെ പാലത്തെ ആശ്രയിക്കുന്നവർ ഭീതിയിലാണ്. 20 വർഷം മുൻപാണ് നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്തും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും കണ്ടകശ്ശേരി പാലം നിർമ്മിച്ചത്. ഒരു ഭാഗത്ത് പയ്യാവൂർ ഉളിക്കൽ മലയോര ഹൈവേയും മറുഭാഗത്ത് ഉളിക്കൽ കണിയാർവയൽ കിഫ്ബി റോഡും കടന്നുപോകുന്നുണ്ടെങ്കിലും പാലത്തിന്റെ ബലക്കുറവ് കാരണം ഇരു റോഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 2004 മണിക്കടവിലുണ്ടായ ഉരുൾപൊട്ടലിൽ വെള്ളം കുതിച്ചൊഴുകിയതാണ് ബലക്കുറവുണ്ടാകാൻ ഇടയാക്കിയത്. മരത്തടികളും കൂറ്റൻ പാറകളും വന്നിടിച്ച് പാലത്തിന്റെ നടുവിലെ തൂണിന് കേടുപാടുണ്ടായി. ഇതോടെ പാലം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു. തകർന്ന കൈവരികൾക്ക് പകരം മുളങ്കമ്പുകളാണ് നാട്ടുകാർ കെട്ടിവച്ചിരിക്കുന്നത്. പടിയൂർ ഉളിക്കൽ പയ്യാവൂർ പഞ്ചായത്തിലെ 100 കണക്കിന് പേർക്ക് ഉപകാരപ്രദമായ പാലമാണിത്. ഈ പാലം പുതുക്കിപ്പണിതാൽ മലയോരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബസ് സർവീസ് ആരംഭിക്കാൻ കഴിയും. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. ഈ പാലം 25 വർഷം മുമ്പ് പണിതിട്ട് ഔചാരികമായിട്ട് അതിൻ്റെ തടിയുടെ മേലെയായി ഈ പാലം താന്നുപോയി. അതിനുശേഷം നാട്ടുകാരും മറ്റെല്ലാവരും ചേർന്ന് കുറേ കല്ലുകളെല്ലാം താത്തി അതിനടിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും മൂന്ന് പഞ്ചായത്ത് പടിയൂർ കല്യാട്, പയ്യാവൂര്, ശ്രീകണ്ഠാപുരം ഇത് മൂന്നും ചേർന്ന് അന്ന് നാട്ടുകാരും പള്ളിക്കാരും എല്ലാം ചേർന്ന് നിർമ്മിച്ച ഒരു പാലമാണ്. ആ പാലത്തിന് ഇപ്പോൾ ഡേഞ്ചറായിട്ട് കുറേ വർഷമായി. അപ്പോൾ അത് അന്ന് അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടുണ്ടായിരുന്നു. സജീവ് ജോസഫ് സാറ് 3 വർഷമായിട്ട് ഇതിൻ്റെ പുറകാനെയുണ്ട്. മന്ത്രിയുടെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇതിൻ്റെ നിവേദനവും അതുപോലെ തന്നെ ഈ അടുത്ത നാളിലും മറ്റ് പാലങ്ങളോടൊപ്പം കണ്ടശ്ശേരി പാലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാലത്തിൽ കൂടി സ്കൂള്, ടിപ്പർ, വലിയ കൃഷ്ണനിലൊക്കെ വലിയ ടിപ്പർ ലോറികളും എല്ലാം പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പാലം അടിയന്തരമായിട്ട് നന്നാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് എയർപോർട്ട് റോഡും അതുപോലെ തന്നെ പയ്യാവൂര് എയർപോർട്ട് അതുപോലെ കണ്ണൂരേക്കൊക്കെ എളുപ്പമുള്ള ഒരു റൂട്ടാണ്. പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി സ്ഥല പരിശോധനയും മണ്ണ് പരിശോധനയും 2 വർഷം മുൻപ് നടന്നിരുന്നു. എന്നാൽ പാലം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം തിരൂർ കണിയാർവയൽ റോഡ് ഉദ്ഘാടന വേളയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പുതിയ പാലത്തിന്റെ കാര്യം പറഞ്ഞുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. പാലത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ തിരൂരിലും മടമ്പത്തും റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നതോടെയാണ് കണ്ടകശ്ശേരി പാലത്തിന് അവഗണന നേരിടുന്നതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇനിയും നടപടികളില്ലെങ്കിൽ ഗതാഗതം തടയുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.